10 ഡേ വൊക്കാബുലറി ചലഞ്ചിൽ 6-ാം ദിവസമായ ഇന്ന് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് അവതരിപ്പിക്കുന്നത് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കായ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള 20 ചോദ്യങ്ങളാണ്. ഈ മോക്ക് ടെസ്റ്റിൽ അതുപോലെ നിങ്ങൾക്ക് 18 മാർക്ക് കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്ക് നല്ലപോലെ പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിൽ താഴെയാണ് മാർക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്ക് ഒത്തിരി കൂടെ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മൾ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിസ് ആബിസ് എന്ന് പറയുന്ന ഈ വേർഡ് ഒരു ഫോറിൻ ഫ്രേസ് ആണ്. ഇതിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ആൻസർ വന്നിട്ടുണ്ടാകാം. ആ ആൻസർ മനസ്സിൽ കരുതുക. ഇവിടെ നമ്മൾ ആൻസർ പറയുമ്പോൾ 2 ആൻസറും കൂടെ താരതമ്യം ചെയ്ത് നോക്കുക. നമ്മൾ പറഞ്ഞ ആൻസർ തന്നെയാണെങ്കിൽ, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആൻസർ തന്നെയാണ് ഞാൻ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്നതായിരിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നോക്കാം ഇതിന്റെ ആൻസർ എന്തായിരിക്കും. എന്തായിരിക്കും? ഫേസ് ടു ഫേസ് എന്നാണ്. ഫേസ് ടു ഫേസ്, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. മോഡസ് ഓപ്പറൻഡി. മോഡസ് ഓപ്പറൻഡി എന്ന് പറയുന്ന ഈ ഫോറിൻ ഫ്രേസിന്റെ അർത്ഥം എന്താണ്? സക്സസ്ഫുൾ ഓപ്പറേഷൻ ആണോ, അൺസക്സസ്ഫുൾ മിഷൻ ആണോ, മോഡ് ഓർ മാനർ ഓഫ് ഡൂയിങ് എ തിങ് ആണോ, എ ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻ ആണോ? ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ആൻസർ വന്നിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്, പല തവണ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഏതായിരിക്കും അത്? സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. മോഡസ് ഓപ്പറാൻഡി, അതായത് മോഡ് ഓർ മാനർ ഓഫ് ഡൂയിങ് എ തിങ്. അടുത്ത ചോദ്യം, ആഡ് വെല്ലർ. ഇതിന്റെ അർത്ഥം എന്താണ്? അക്കോർഡിംഗ് ടു ദ വാല്യൂ ആണോ, അക്കോർഡിംഗ് ടു ദ യൂട്ടിലിറ്റി ആണോ, അക്കോർഡിംഗ് ടു ദ കോസ്റ്റ് ആണോ, അക്കോർഡിംഗ് ടു ഡിമാൻഡ് ആണോ? ഏതായിരിക്കും ആഡ് വെല്ലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ പലതവണ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയവും കൂടാതെ നമ്മുടെ മനസ്സിലേക്ക് ആൻസർ വന്നിട്ടുണ്ട് ഓൾറെഡി. ഏതായിരിക്കും ആൻസർ? അക്കോർഡിംഗ് ടു ദ വാല്യൂ എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ദ വാല്യൂ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എയ്ഡ് മെമ്മറി എന്തായിരിക്കും? ഹിയറിംഗ് എയ്ഡ് ആണോ, വിത്തൗട്ട് മെമ്മറി ആണോ, വിത്ത് സൗണ്ട് മെമ്മറി ആണോ, നോട്ട്സ് ടു എയ്ഡ് മെമ്മറി ആണോ? ഏതായിരിക്കും? നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. ഏതായിരിക്കും ആൻസർ? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, നോട്ട്സ് ടു എയ്ഡ് മെമ്മറി, ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ആഡ് ഇന്ററിം. ആഡ് ഇന്ററിം എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഫൈനലി ആണോ, അൾട്ടിമേറ്റ്ലി ആണോ, യുനാനിമസ്ലി ആണോ, ഇൻ ദ മീൻ ടൈം? ഏതായിരിക്കും? ഇത് നമ്മൾ പലതവണ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ആൻസർ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഏതാണ്? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ആഡ് ഇൻഫിനിഷൻ. ഇത് നമ്മൾ പലതവണ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഏതായിരിക്കും ആൻസർ? വിത്ത് ആൻഡ്, വിത്തൗട്ട് ആൻഡ്, ഇൻ ദ ബിഗിനിങ്, അറ്റ്ലീസ്റ്റ്. ഇത് ഏതായിരിക്കും? ആഡ് ഇൻഫിനിറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഇൻഫിനിറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അനന്തമായത് അർത്ഥമില്ല, അവസാനമില്ലാത്ത. അപ്പൊ ആഡ് ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് എൻഡ് എന്നുള്ളത്, വിത്തൗട്ട് എൻഡ്, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എയ്ഡ്. എയ്ഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഫാദർ ആണോ, ടീച്ചർ ആണോ, ഹെൽപ്പർ ആണോ, ഫ്രണ്ട് ആണോ? ഏതായിരിക്കും? നമുക്കറിയാം ഏതാണ്? ഹെൽപ്പർ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, പ്രൈമ ഫേസി. വിത്തൗട്ട് എനി എവിഡൻസ് ആണോ, അൺസെറിമോണിയസ്ലി ആണോ, ഓൺ ദ ഫസ്റ്റ് അപ്പിയറൻസ് ആണോ, ഡെലിബറേറ്റ്ലി എന്നാണോ? ഇതൊക്കെ നമ്മുടെ
ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ പലതവണ കേൾക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതായിരിക്കും സി എന്ന് പറയുന്ന ഓപ്ഷൻ, ഫസ്റ്റ് അപ്പിയറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്റർ ആലിയ, ഇത് നമ്മൾ പലതവണ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് ഏതാണ്? എമോങ് അതർ തിങ്സ് ആണോ, വിത്തൗട്ട് അതർ തിങ്സ് ആണോ, ഇൻ സെക്ലൂഷൻ ആണോ, ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ആണോ? നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ ഓൾറെഡി വന്നിട്ടുണ്ട്, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഏതാണ്? എ എന്ന് പറയുന്ന ഓപ്ഷൻ, എമോങ് അതർ തിങ്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, ആഡ് ഹോക്ക്. ഇത് പലതവണ പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മൾ. ഫോർ ദ പർപ്പസ് ആണോ, വിത്തൗട്ട് എനി പർപ്പസ് ആണോ, ഫോർ എവർ ആണോ, ഓൺ ദ ഓൾ ആണോ? അതായിരിക്കും ആഡ് ഹോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ ദ പർപ്പസ്. എന്താണ്? ഫോർ ദ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദിക്കും നോക്കാം, മലഫിഡെ. മലഫിഡെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻ ഗുഡ് ഫെയ്ത്ത് ആണോ, അതോ ഇൻ ബാഡ് ഫെയ്ത്ത് ആണോ, അതോ ഇൻ റിമംബറൻസ് ആണോ, അതോ ആഫ്റ്റർ ഡെത്ത് ആണോ? ഏതായിരിക്കും? ഇൻ ബാഡ് ഫെയ്ത്ത് ആണ്. ഇൻ ബാഡ് ഫെയ്ത്ത്. ബോണഫിഡെ എന്നാകുമ്പോൾ ഇൻ ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ജെന്യൂൻ എന്നൊക്കെ പറയും. അതിന്റെ ഓപ്പോസിറ്റ് ആണ് മാലാഫിഡെ. അപ്പൊ അതിന്റെ അർത്ഥം ഇൻ ബാഡ് ഫെയ്ത്ത്. ഇതാണ് കറക്റ്റ് ആൻസർ. എടുത്ത് നോക്കാം, ഇപ്സോ ഫാക്ടോ. ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് പലതവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്സോ ഫാക്ടോ, ബൈ ദ വെരി ഫാക്ട് ആണോ, കോൺട്രറി ടു ദ ഫാക്ട് ആണോ, ഇൻ ഐസൊലേഷൻ ആണോ, ഇയർ ആഫ്റ്റർ ഇയർ ആണോ? ഏതായിരിക്കും ഇപ്സോ ഫാക്ടോ? ബൈ ദ വെരി ഫാക്ട് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ, ബൈ ദ വെരി ഫാക്ട്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, ഇൻ ടോട്ടോ. ഇൻ ടോട്ടോ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഐസൊലേറ്റഡ് ആണോ, പാർട്ട് ബൈ പാർട്ട് ആണോ, ഓൺ ദ ഹോൾ ആണോ, അൺനോൺ ആണോ? നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പഠിച്ചിട്ടുണ്ട്. ഇതാണ് കംപ്ലീറ്റ്ലി എന്ന അർത്ഥം ഇൻ ടോട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ളത് ഓൺ ദ ഹോൾ. ഇതാണ് കറക്റ്റ് ആൻസർ, ഓൺ ദ ഹോൾ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, വയാ മീഡിയ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വയാ മീഡിയ എക്സ്ട്രീം കോഴ്സ് ആണോ, റൈറ്റ് കോഴ്സ് ആണോ, ലെഫ്റ്റ് കോഴ്സ് ആണോ, മിഡിൽ കോഴ്സ് ആണോ? ഏതായിരിക്കും? അടുത്തിടെ നടന്നൊരു PSC പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണത്. വയാ മീഡിയ ഏതായിരിക്കും? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, മിഡിൽ കോഴ്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പോസ്റ്റ്മോർട്ടം. എന്തായിരിക്കും? ഒട്ടും വായിച്ചു നോക്കേണ്ട കാര്യമില്ല, മെഡിക്കൽ എക്സാമിനേഷൻ ആഫ്റ്റർ ഡെത്ത്, പോസ്റ്റ്മോർട്ടം. അടുത്ത് നോക്കുക, ലിംഗ ഫ്രാങ്ക. നമുക്കറിയാവുന്നതാണ്. ഏതാണ്? ലാറ്റിൻ ലാംഗ്വേജ് ആണോ, എ കോമൺ ലാംഗ്വേജ് ആണോ, അൺനോൺ ലാംഗ്വേജ് ആണോ, എ ന്യൂ ലാംഗ്വേജ് ആണോ? ഏതായിരിക്കും? എ കോമൺ ലാംഗ്വേജ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, അൾട്രാവയർസ്. ഇതിൽ വൺസ് പവർ ആണോ, ഇൻ ഗുഡ്സ് ഹാൻഡ് ആണോ, ബിയോണ്ട് വൺസ് പവർ ആണോ, ബിയോണ്ട് വൺസ് ഇമാജിനേഷൻ ആണോ? എന്താണ് അൾട്രാവയർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതും നമ്മൾ പലതവണ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതാണ് ബിയോണ്ട് വൺസ് പവർ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, ലോക്കസ് സ്റ്റാൻഡി. എ പ്ലേസ് ഫോർ ഡാൻസിങ് ആണോ, ആൻ എക്സിറ്റ് ആണോ, സെന്റർ ഓഫ് ആൻ ഓഫീസ് ആണോ, എ റൈറ്റ് ടു അപ്പിയർ ഇൻ എ കോർട്ട് ആണോ? ഇതാണ് ലോക്കസ് സ്റ്റാൻഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിനെ ലോക്കസ് സ്റ്റാൻഡിക്ക് നമുക്ക് ഡയറക്റ്റ് മീനിങ് ആയിട്ട് നമുക്ക് പ്ലേസ് ഫോർ സ്റ്റാൻഡിങ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്ലേസ് ടു സ്റ്റാൻഡ് എന്ന അർത്ഥത്തിൽ പറയാം. അല്ലാതെ നമുക്ക് എങ്ങനെയും പറയാം. അതുകൊണ്ട് ഏതാ? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, എ റൈറ്റ് ടു അപ്പിയർ ഇൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത പെർ ക്യാപിറ്റ. എന്താണ് പെർ ക്യാപിറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർ 100 ആണോ, പെർ ക്യാപിറ്റൽസ് ആണോ, പെർ 50s ആണോ, അതോ പെർ ഹെഡ് ആണോ? എന്തായിരിക്കും? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്, പെർ ഹെഡ് എന്നുള്ളതാണ് പെർ ക്യാപിറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ബിയർ ജോബ്. അത് ഗുഡ് ടൈംസ് ആണോ, ബാഡ് ടൈംസ് ആണോ, അതോ എയും ബിയും ആണോ, അതോ നൺ ഓഫ് ദീസ് ആണോ? ഏതായിരിക്കും? എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഈ മോക്ക് ടെസ്റ്റിൽ പതിവ് പോലെ 20 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഈ 20 ചോദ്യങ്ങളിൽ 18 മാർക്ക് വാങ്ങിക്കുന്ന ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാങ്ങിക്കുന്ന ആര്? 18ൽ
അതിൽ കൂടുതലും വായിക്കുന്ന ആരൊക്കെയുണ്ട്, അവർ തീർച്ചയായിട്ടും ഈ പറയുന്ന ഫോറിൻ വേർഡ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്ന ഈ ഭാഗം നല്ലപോലെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എങ്കിലും കുറച്ചും കൂടെ ഒക്കെ നല്ലോണം നോക്കുക. ബാക്കിയുള്ളവർ നല്ലതുപോലെ ഈ ടോപ്പിക്ക് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിന് പോലും ഇത്രയും മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് കംപ്ലീറ്റ്ലി. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക്ക് വളരെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. മനസ്സിലായിട്ടും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.